നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. പേരാമ്പ്ര അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ വിഷയം മറക്കാൻ സാധിക്കുകയില്ല. എംപിയുടെ മൂക്കാമണ്ട അടിച്ചു തകർത്തതിന് ശേഷം അതിനൊരു വിശദീകരണ യോഗം നടത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. അതിന് ചുക്കാൻ പിടിച്ചതോ ഇ.പി. ജയരാജൻ. വന്ന് പറഞ്ഞതോ കുറച്ചുകൂടി അടിക്കടി അല്ലെങ്കിൽ പല്ലിന് പല്ല് കൈക്ക് കൈ ജീവന് ജീവൻ എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും നിങ്ങൾ അടിച്ചോ ഞാനുണ്ട് പിന്നാലെ എന്നുള്ള രീതിയിലുള്ളൊരു പ്രസംഗമൊക്കെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മൂക്ക് മാത്രമേ പോയുള്ളൂ, അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇനി ജീവൻ പോലും പോകും എന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രസംഗമൊക്കെയാണ് അദ്ദേഹം നടത്തിപ്പോയത്. എന്തായാലും അതൊന്നും കേട്ട് ഷാഫി ഏതായാലും ഇച്ചിമുള്ളാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഷാഫിയെ പൂർണ്ണമായി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നത് ഇനിയും ഇ.പിക്കും CPM-ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഏതായാലും ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മനസ്സിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ കെ ശൈലജ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ആ ഒരു സംഘർഷത്തിൽ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉള്ള കാര്യമൊക്കെ തന്നെ വ്യക്തമാകുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് കാണാം ഇ.പിയുടെ ഈ വീരവാദവും ഒപ്പം കോൺഗ്രസിന്റെ ഈ ദൃശ്യങ്ങൾ? ഇ.പിയുടെ വീരവാദം ഇന്ന് കോൺഗ്രസ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പേരാമ്പ്രയിലുള്ള കോൺഗ്രസ്സുകാർ ഇന്നും ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു ആദ്യം പുറത്തുവിട്ടത്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ഇപ്പോൾ ആദ്യം ഷാഫിയുടെ മൂക്കിൽ പോലീസുകാർ വടികൊണ്ടടിക്കുന്നു. അതിൽ മഷിക്കുപ്പിയാണ് ഷാഫി ഇത്തരത്തിൽ നാടകമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചാരണമായിരുന്നു സൈബർ ഗ്രൂപ്പുകളിൽ നടത്തിയത്. അതിനുശേഷം മണിക്കൂറുകൾ കഴിയുന്നു. ശരിക്കും ഷാഫി ഹോസ്പിറ്റലാവുന്നു, ICUലാവുന്നു, ഓപ്പറേഷൻ വരുമെന്ന് പറയുന്നു എന്നുള്ള അപ്ഡേഷൻ വരുമ്പോഴും ഇത് വെറുതെയാണെന്ന് ഒരു പറ്റം ആൾക്കാർ പറയുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള എക്സ്റേ സഹിതം പുറത്തു വിട്ടിട്ടും പറയുന്നത് മീശയുള്ള താടിയുള്ള ഷാഫിക്ക് എങ്ങനെ മൂക്കിൽ സർജറി ചെയ്തു എന്നുള്ളതാണ്. ഇനി ഓരോ സഖാക്കന്മാരും മാറുന്നത് ഇനി ഓരോ സഖാക്കന്മാരും വന്ന് ഷാഫിയുടെ മൂക്കിൻ്റെ പ്ലാസ്റ്ററൊക്കെ എടുക്കുമ്പോൾ ഒന്ന് പിടിച്ചു നോക്കുക. ഒന്ന് മൂക്കിൻ്റെ രോമത്ത് ഇത്തരത്തിലൊന്ന് തൊട്ടപ്പം ഇങ്ങനെയാണോ ഉണ്ടായതെങ്കിൽ ഇ.പി. ജയരാജൻ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഷാഫിയുടെ മൂക്കിൻ്റെ രോമത്തൊന്ന് തൊട്ടതേ ഉള്ളൂ. അതിന് ഇത്രയധികം വിശദീകരണം ഇ.പി. ജയരാജൻ ഉൾപ്പെടെയുള്ളവർ CPM ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി അല്ലാതെ ഒന്ന് നോക്കൂ. അത് ഷാഫിയെ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകൻ്റെ ദേഹത്ത് ഇനിയൊന്ന് തൊട്ട് നോക്കൂ. കാരണം ഇപ്പോൾ പഴയ കോൺഗ്രസ് അല്ല, ഇപ്പോൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ടുണ്ട്. അവർ കരുതലുണ്ട്. അവരെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോയാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ ഒരു പക്ഷേ കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ട്. ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്, അത് നമുക്ക് മാറ്റിവെക്കാം. അല്ലാതെ ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു നേതാവ് മാത്രമല്ല, ഒരു MP കൂടിയാണ്. അതങ്ങ് ഹൈക്കമാൻഡിലോട്ടും പാർലമെൻറ്റിലോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഇ.പി. ജയരാജനോ മറ്റുള്ള ഇതെല്ലാം ആരൊക്കെയാണെന്നുള്ളത് തിഹാർ ജയിലിലോട്ട് പോകാൻ തയ്യാറായി നിൽക്കൂ എന്നേ പറയാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അത് വായും പടയും ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പലതും പറയും. അതിനുള്ളത് സുധാകരനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അത് വിട്ടേരെ. ഏതായാലും ഇവരുടെയൊക്കെ ഒരു ധാർഷ്ട്യത്തിന് വല്ലാത്തൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസ് ആദ്യം ഒരു പോലീസുകാരൻ്റെ പുറകിലും, അത് ഒരുപക്ഷെ ഈ ടിയർ ഗ്യാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഫോടക വസ്തു ആയിരിക്കാം, എന്താണെന്നുള്ള പറയുന്നില്ല, ആ പോലീസുകാരൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ടിയർ ഗ്യാസ് എറിഞ്ഞത് ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എറിയുന്നത് ടിയർ ഗ്യാസ് ആദ്യം എറിയുന്നു, അത് ആ സൈഡിൽ നിന്നാണ് എറിയുന്നത്. അതേ സൈഡിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തു എറിയുന്നത്. അപ്പം ഒരിക്കലും കോൺഗ്രസ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നല്ല എറിഞ്ഞത്, പോലീസിൻ്റെ അതായത് CPM പാർട്ടിക്കാർ നിന്ന ഭാഗത്തു നിന്നാണ് അങ്ങോട്ട് എറിഞ്ഞത്. അതായത് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് എറിഞ്ഞത്. ഈ ടിയർ ഗ്യാസ് എറിഞ്ഞതിൻ്റെ അപ്പോൾ പലരും ചുമയ്ക്കുന്നുണ്ട്, പ്രതിഷേധക്കാർ ചിഹ്നം ഓടുന്നുണ്ട്. ഇതിനിടയിൽ വീണ്ടും ഈ സ്ഫോടക വസ്തു അതേ ഭാഗത്തു നിന്ന് എറിയുന്നു. അപ്പോഴാണ് ഷാഫിക്ക് അവിടെ അടിയും കൊണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഗൂഢാലോചന നടത്തി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ പകുതി സക്സസ് ആയി. ഒരു പക്ഷേ ഷാഫിയെ മൊത്തത്തിൽ തീർക്കാനായിരുന്നെങ്കിൽ സക്സസ് ആയതുകൊണ്ട് ആൾക്കാർക്ക്, അതായത് സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇത് കൃത്യമായിട്ട് ഇത് ടിയർ ഗ്യാസ് എറിയുന്ന ഇതേ സൈഡ്, മറ്റേ പെട്രോൾ ബോംബ് എറിയുന്നത് അതേ സൈഡ്. അപ്പോൾ ഒരേ ഡൈവേർഷനിൽ വരുമ്പോൾ ഇനി അത് മനസ്സിലാക്കുക. ഇനി അത് ആരാണ് എറിഞ്ഞതെന്ന് കൂടെ ഒന്ന് പിടികിട്ടിയാൽ മതി. പോലീസുകാരുടെ കയ്യിലെ ബാക്കിലുള്ള മറ്റേ ഇതിൻ്റെ ഇത് കൃത്യമായിട്ട് വീഡിയോയ്ക്കകത്തുണ്ട്. അത് ആദ്യം എറിയുന്നുണ്ട്. ഒരുപക്ഷെ അതിനി സ്ഫോടക വസ്തു ആണോ എന്നൊന്നും കൂടി കണ്ടെത്തണം. അത് ആ പോലീസുകാരനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയല്ലോ. മറ്റേതും അതേ സൈഡിലാണ് എറിയുന്നത്.
ഇതിനു മുന്നേ കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതിഷേധക്കാർ വന്നപ്പോൾ ഞങ്ങൾ ഒരു 500 മീറ്റർ കൂടി മുമ്പോട്ട് ജാഥ പൊയ്ക്കോട്ടെ എന്ന് പോലീസിനോട് അനുവാദം ചോദിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന മേലുദ്യോഗസ്ഥരൊക്കെ പറയുന്നു വേണ്ട, കാരണം നിങ്ങൾ 1 ഇഞ്ച് ഇനി മുന്നോട്ട് പോയാൽ CPM പ്രവർത്തകർ ആയുധങ്ങളുമായിട്ട് അവിടെ ഉണ്ട്, പല രീതിയിൽ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസുകാരാണ് UDF പ്രവർത്തകരോട് പറഞ്ഞത്. അപ്പോൾ ആയുധമേന്തി നിൽക്കുന്നവർ ആരൊക്കെയാണ്? ആയുധം ആരുടെ കയ്യിലാണുള്ളത്? CPM പ്രവർത്തകരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതിഷേധിക്കുക അല്ലെങ്കിൽ പ്രകടനം നടത്താൻ വന്ന UDF പ്രവർത്തകരുടെ കയ്യിൽ ആയുധം വരുന്നത്? ഈ കൃത്യമായിട്ട് അവർക്കാണ് എറിഞ്ഞത്, അവർക്കാണ് അടി കൊണ്ടത്. ഇല്ല, അടി കൊണ്ടവൻ ഇപ്പൊ കുറ്റക്കാരനായി. 5 പേരെ ജയിലിൽ പിടിച്ചിട്ടേക്കുന്നു. ഇന്നലെ എന്തായാലും സന്ദീപ് വാര്യരെ വിട്ടയച്ചിരിക്കുന്നു. അപ്പൊ എന്തുമാകാം, അടിച്ചമർത്താൻ എന്തുമാകാം എന്നുള്ള CPMന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ഇനി അത് മുന്നോട്ട് പോകില്ല ശ്രീജ. കാരണം ശബരിമല വിഷയം ചില്ലറ വിഷയമല്ല, അത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ എന്താണ് വിഷയത്തിൽ വന്നിരിക്കുന്നത്? നേരെ കടകംപള്ളി ഉൾപ്പെടെ ഉള്ളവരുടെ നേരെയാണ് പോകുന്നത്. ഇപ്പോൾ ആ ഒരു കൊള്ള ഡൈവേർട്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ കടകംപള്ളിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അന്ന് 2019 സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ആ സന്ദർഭത്തിലാണ് ആദ്യമായി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഈ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കടക്കുന്നതും അത് അവിടെ ആരുണ്ട്? 24 മണിക്കൂറും ആരുണ്ട്? നമ്മുടെ മുഖ്യന്റെ പോരാളികൾ, ആ പോലീസുകാരുണ്ട് അവിടെ. അവരുടെ കൺമുന്നിലൂടെ പോകുന്നു. അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കൊടുക്കും. കാരണം പ്രത്യേകിച്ച് അന്ന് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാലും സുരക്ഷ സാധാരണ ഉള്ളതിലും അധികം പോലീസുകാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഈച്ച പോലും പറക്കാത്ത സംഗതി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് ഇരുന്ന മന്ത്രിയുടെ ശ്രദ്ധ മുഴുവനും മറ്റു ഓരോ അമ്പലങ്ങളിലും ആയിരിക്കത്തില്ല, ശബരിമലയിൽ തന്നെയായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും മന്ത്രിയിലെയും മന്ത്രിയുടെ കൂടെയുള്ള അല്ലെങ്കിൽ മന്ത്രിയുടെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ അവർ കാണും. അവിടുന്ന് ഏതെങ്കിലും ഒരു ഈച്ചയെ കടത്തിയാലും ഒരു ഈച്ച അങ്ങോട്ട് കയറിയാലും ഇവരറിയും. ഇനി അറിഞ്ഞുകൊണ്ട് അറിയില്ല എന്നൊക്കെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. അതെ, ഇത് അന്ന് കടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല പത്മകുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് കള്ളത്തരം തെളിയിക്കുമെന്നുള്ളത്. അന്ന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സൂചനകൾ. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇനി പത്മകുമാറിനെ മറ്റാരെങ്കിലും ചതിച്ചതാണോ? ഇതൊക്കെ ഇനി പുറത്തു വരാനിരിക്കുകയാണ്. ഇപ്പോൾ നേരെ തിരിയുന്നത് കടകംപള്ളിയിലേക്കാണ്. ഇത് വല്ലാണ്ട് CPMനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. വല്ലാണ്ട് അവർക്കൊരു വെപ്രാളമുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഒരു പോക്ക കണ്ട വല്ലാണ്ട് വെപ്രാളമുണ്ട്. അതാണ് ഈ ജയരാജനൊക്കെ കാണിക്കുന്ന ഒരു ഷോ. അത് കൃത്യമായിട്ട് ജനത്തിനറിയാം. ഇനി എന്ത് ഷോ കാണിച്ചാലും, ഇനി ഒരു കിറ്റ് തന്നാൽ, ഇല്ല സുരേഷ് ഗോപി പറഞ്ഞോണം കിറ്റും കൊണ്ട് വരുമ്പോൾ വലിച്ച് ദൂരെ എറിഞ്ഞേക്കണമെന്ന്. അത്തരത്തിൽ ഇനി മലയാളികളെ ഇനി ഒരു തരത്തിലും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വരുന്നത്. UDF വലിയൊരു പ്രതിഷേധം. ഇന്നലെ അവരുടെ ടെൻ്റൊക്കെ ഇടിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. ഇനി ഇടിച്ച് തകർത്തയാണോന്നും അറിയില്ല, അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പം ഏത് തരത്തിൽ ഇതൊക്കെ ഒന്ന് മൂടണം എന്നുള്ളത് ആലോചിച്ച് നടക്കുകയാണ്. ഇന്ന് ഈ വലിയ കോലാഹലത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് വിദേശത്തോട്ട് പോയിരിക്കുന്നത്. അത് എന്ത് വിദേശയാത്ര, പല വിദേശയാത്രകൾ നടത്തി, പക്ഷെ ഒന്നും കാണാനില്ല ശ്രീജ. ഈ 10 വർഷം എവിടെല്ലാം രാജ്യങ്ങളിൽ പോയി. വീണ ജോർജ് പോകുന്നു, മുഖ്യമന്ത്രി പോകുന്നു, ആരൊക്കെ പോകാമോ എല്ലാവരും വിത്ത് ഫാമിലി ആയിട്ട് പോകുന്നു, കോടികൾ ചെലവഴിച്ച്. പക്ഷേ എന്താണ് കേരളത്തിന് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ചോദ്യത്തിന് ഉത്തരമില്ല. ഞങ്ങൾ അത് ഇടയ്ക്ക് എപ്പോഴോ ഒരു 10-12 പേരെങ്ങാണ്ട് ഒരുമിച്ച് പോയപ്പം കുറെ കാര്യങ്ങൾ വന്നിരുന്നു പറഞ്ഞു. അതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് കാണിച്ചു സാധിച്ചു എന്ന് പറഞ്ഞ് ജനത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മേയറൂട്ടി ചില അവാർഡുകളൊക്കെ വാങ്ങിക്കുന്നു. അത് ഇപ്പം വെളിച്ചത്ത് വന്നു. പൈസ കൊടുത്താൽ കിട്ടുന്ന കുറച്ച് ലോക്കൽ അവാർഡുകൾ. എന്താ ഇതിനൊക്കെ പറയേണ്ടുന്നത്? ഇതൊക്കെ ഇവർ വിചാരിക്കുന്ന ജനം ഇതൊക്കെ അങ്ങ് വിശ്വസിക്കും. അത് ഈ അന്ധമായിട്ടുള്ള ചില കൂട്ടങ്ങളുണ്ടല്ലോ, അന്ധമായിട്ടുള്ള ചില സഹാക്കൾ, അവരുടെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല, ഈ പൊതുവേ പറയുന്ന പേര്. അപ്പോൾ അന്ധമായിട്ട് ഇതിലങ്ങ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ അന്ധമായി കിടക്കരുത്. നിങ്ങൾ രാഷ്ട്രീയമാക്കാം, പക്ഷേ മറ്റുള്ള പാർട്ടികളെയും നിങ്ങൾ നോക്കണം. പക്ഷെ ഒരു സാമൂഹിക ചുറ്റുപാടുണ്ടല്ലോ, സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് വിലയിരുത്തണം ഓരോരുത്തർ ചെയ്യുന്നത് എന്താണെന്ന്. എന്തെങ്കിലും നമ്മളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ കയറി അങ്ങ് ചൊറിയാൻ വരും. എന്നാൽ അതിനെപ്പറ്റി ഒന്നും വിശകലനം ചെയ്യുമോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതൊന്നും പറയുന്നില്ല. സംവാദത്തിന് ക്ഷണിക്കുക പോലും ചെയ്യില്ല. ഈ പറയുന്നതുകൊണ്ട് ഈ ഇടയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മകൻ നല്ല പാവാണ്, എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്, അവരങ്ങ് വിദേശത്താണ് വേണ്ടി. അത് അഭിമാനത്തോടാണ് ഒരാൾ പറയുന്നത്. ഇപ്പൊ സഖാവിൻ്റെ മകൻ സഖാവാവണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പം
നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ ചില മൂല്യങ്ങളും നമ്മളുടെ ചില ആശയങ്ങളും അവരിലേക്ക് വരുമല്ലോ, ഓട്ടോമാറ്റിക്കലി വന്ന് പെടുമല്ലോ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത് നമ്മൾ വളർത്തുന്നതിന്റെ ചില ഫീഡിങ് അവർക്ക് കിട്ടാറുണ്ട്. അതായിരിക്കും അവരെ ഒരു സമൂഹത്തിലെ നല്ല വ്യക്തിയും ചീത്ത സ്വഭാവം ഒക്കെ ആക്കുന്ന ഒരു ഭാഗം. അതാണ് നമ്മുടെ പേരന്റിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും പിണറായി വിജയനെ പോലെയുള്ള ഒരു നല്ല കഴിവുറ്റ നേതാവ്, അല്ലെങ്കിൽ നല്ലൊരു സഖാവ്, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചില ആശയങ്ങൾ, ചില സാമർഥ്യങ്ങൾ, ഇതൊക്കെ സ്വന്തം മക്കൾ കണ്ടല്ലേ വളരുന്നേ. അപ്പൊ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായില്ലെങ്കിലും ഒരു രാഷ്ട്രബോധം അല്ലെങ്കിൽ സ്വന്തം നാടിനോട് ഒരു സ്നേഹം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ആ പൊതുബോധം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. അതുപോലും ഇല്ലാതെ എൻ്റെ മകൻ അങ്ങ് വിദേശത്താണ്, ഇവിടെയില്ല, ക്ലിഫ് ഹൗസിന്റെ പടി പോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, അതിന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മറ്റുള്ള കുട്ടികളെ നമ്മുടെ ചങ്ക് പെടയും. ചില കുഞ്ഞുങ്ങളൊക്കെ പോയി പാർട്ടിയുടെ അമരത്തിരിക്കുന്ന നേതാവിന്റെ മകനാണ്. അപ്പൊ ഈ നമുക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചില കുട്ടികൾ അടിയും വാങ്ങിച്ച് തൊഴിയും വാങ്ങിച്ച്, എനിക്ക് നിരവധി പേരെ അറിയാം, നിരവധി പേര് ഓട്ടോയൊക്കെ ഓടിക്കുന്ന, അത് ഓട്ടോ ഓടിക്കുന്നത് മോശമായ തൊഴിലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോ അച്ഛനും അമ്മയും വളർത്തുന്ന എൻ്റെ മക്കൾ ഏറ്റവും വലിയ പദവിയിൽ എത്തണമെന്നാണ്. പക്ഷെ അതൊരു ഫീഡിങ് അല്ല, അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പക്ഷെ അതിലവർ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. പഠിക്കുന്നതിന് ചിലവർക്ക് കഴിവുകളുണ്ട്, എന്നാൽ ചിലവർക്ക് പാട്ടിലോട്ടായിരിക്കും, ചിലവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോട്ടായിരിക്കും. ആ കഴിവുകൾ കണ്ടെത്തി അതിലേക്ക് തിരിയാതെ ഈ പറഞ്ഞതും പാർട്ടിക്ക് വേണ്ടി ജീവനും ഇതുമൊക്കെ കളഞ്ഞിട്ട് ചിലവർ നന്നായിട്ടും വരയ്ക്കുന്നവരൊക്കെ ഉണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്, വരയ്ക്കുന്നവരൊക്കെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ അവരുടെ പഠനത്തിൽ അവർ ഒരു പക്ഷെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ, ആ നല്ല ലെവലിൽ എത്തിയേനെ. അല്ലാതെ എല്ലാവരും അങ്ങ് വിദേശത്ത് പോയി പഠിക്കണമെന്നൊന്നും അല്ല. നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന, സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിൽ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മളൊരു പൊതുബോധത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കുന്നത് പിണറായിയുടെ മകൻ പിണറായിയെ പോലെയാകണോ, അതോ ഡോക്ടറിന്റെ മകൻ ഡോക്ടർ, അങ്ങനെയല്ല. ഒരാളുടെ മക്കൾ അത്തരത്തിലാവണമെന്നല്ല പറയുന്നത്. അവനവന്റെ കഴിവില് അവനവൻ അതിൽ വളർന്ന് രക്ഷപ്പെടുന്നത് കാണാനല്ലേ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് പിണറായി വിജയനും ആഗ്രഹിച്ചത്. അല്ലാതെ പിണറായി വിജയന്റെ മകൻ കൊടിയെടുത്ത് രാഷ്ട്രീയക്കാരനാവണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ ആ ഒരു ബോധം പിണറായി വിജയൻ ഇപ്പൊ SFI പ്രവർത്തകർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാ. കാരണം എൻ്റെ മകൻ പഠിച്ച് അവൻ എന്താണോ ഇഷ്ടം അതിലേക്ക് പോയി. പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങളെല്ലാവരും ഈ 1 ലക്ഷം എത്ര അണികൾ SFI പ്രവർത്തകർ, ടിപ്പിക്കൽ മലയാളിയായിട്ടുള്ള അമ്മ, ടിപ്പിക്കൽ മലയാളി അമ്മമാർ പറയാറുള്ള കാര്യമാണ്. കൊടി പിടിച്ചിറങ്ങുമ്പോൾ പറയാറുണ്ട്, നീ കൊടി പിടിച്ചിറങ്ങുന്നുണ്ടല്ലോ, നിന്റെ ഭാവി പോയി, നിന്റെയൊക്കെ നേതാക്കന്മാരുടെ മക്കളൊക്കെ ഇപ്പൊ എവിടെ വിദേശത്ത് തന്നെ സുഖജീവൻ നയിക്കുന്നുണ്ട്, ഇപ്പോൾ ആർക്ക് പോയി, ഞങ്ങൾക്ക് പോയി എന്ന് പറയുന്നത് അത് അക്ഷരം പ്രതി ശരിയാക്കുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലായി. തീർച്ചയായിട്ടും ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കത്തില്ല സ്വന്തം മക്കള് ചോരയും ചിന്തി വീട്ടിലേക്ക് വന്നു വരുന്നേ. പക്ഷേ വേണമെങ്കിൽ അഭിമാനം കൊള്ളാം. സ്വന്തം നാടിന് വേണ്ടിയല്ലേ എൻ്റെ മക്കളെ ഞാൻ ബലി കഴിപ്പിച്ച് പട്ടാളത്തിൽ വിടുന്നവരുണ്ട്, പോലീസ്, ഇതെല്ലാം നാടിന് വേണ്ടി ചെയ്യുന്നവരാണ് ഈ പറയുന്നോണം. പക്ഷേ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് പറയാണേ, ഇപ്പോൾ പിണറായി വിജയൻ പണ്ടൊക്കെയാണ് രാഷ്ട്ര സേവനം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് സേവനം മാത്രമായിട്ട് വരുന്നത്. ഇപ്പം അവർക്ക് ചെയ്യുന്നതിനും അവർക്കും കൂലി വേണ്ടേ. തീർച്ചയായിട്ടും മന്ത്രിമാർക്കൊക്കെ സാധാരണ ഒരു സർക്കാർ ജീവനക്കാരെക്കാളും നല്ല കൂലിയുണ്ട് അല്ലേ. മുഖ്യമന്ത്രിക്കും ശമ്പളമുണ്ട്, പ്രധാനമന്ത്രിക്കും ശമ്പളമുണ്ട്. പക്ഷേ ഈ ശമ്പളത്തിന് അപ്പുറമുള്ള കിമ്പളങ്ങളാണ് പ്രശ്നം വരുന്നത്. ഇന്ന് ജി സുധാകരനായിട്ട് കൃത്യമായ ഒരു പക്ഷേ അങ്ങനെ എനിക്കൊരു ഡൗട്ടും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് അണികളാണ് ഇവർക്കുള്ളത്, ഇവർക്കല്ലേ ഇവർ ശമ്പളം കൊടുക്കൂ? എങ്കിൽ അവരെ പിടിച്ചു നിർത്തട്ടെ. കൊടി പിടിക്കാനൊക്കെ 24 മണിക്കൂറും രാഷ്ട്രീയമായിട്ട് നടക്കട്ടെ. 24 മണിക്കൂറും രാഷ്ട്രീയമായി നടക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ലക്ഷക്കണക്കിന് DYFI പ്രവർത്തകരും ഉണ്ട് ഈ നാട്ടില്, KSU പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഇവർ ശമ്പളം നൽകുമോ? ഇല്ല. അപ്പൊ ചെയ്യേണ്ടത് രാഷ്ട്രീയം ആവശ്യമാണ്. കയ്യിലിരിക്കുന്ന 50 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ഇവർക്ക് പാർട്ടിയുടെ അംഗത്വം പോലും. അതെ തീർച്ചയായിട്ടും. അപ്പം ഈ പറയുന്ന ഈ രാഷ്ട്രീയമൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ സ്വന്തം ഭാവിയും കൂടെ ഒരു ഭാഗത്ത് നോക്കിക്കൊണ്ട് കേസിലൊന്നും പെടാതെ, ചോരകളൊന്നും ചിന്താതെ, നടുവൊടിഞ്ഞ എത്ര രാഷ്ട്രീയക്കാരെ കാണാം. ഇവരെ നോക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മുന്നിലുണ്ട് പുഷ്പനെ പോലുള്ള എത്ര വ്യക്തികൾ, എത്ര കുട്ടികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ നമുക്കെന്നെ അറിയാവുന്ന എത്ര രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ആയ കാലത്ത് ഇപ്പം വയ്യയുടെ ചെറു പ്രായമാണ്, പക്ഷെ വയ്യ അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ചെറുപ്രായത്തിൽ കുറേ അടിയും തൊഴിയൊക്കെ കൊണ്ടു, ലാത്തി ചാർജൊക്കെ കൊണ്ടു, പക്ഷെ നടുവിന് നല്ല പ്രശ്നമാണെന്ന്.
അപ്പോൾ അദ്ദേഹത്തിന് ഇനി മറ്റൊരു ജോലി പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ എത്ര കുട്ടികളാണ് അടികൾ കൊള്ളുന്നത്. നാളെ ഒരു സമയത്ത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഭാരം വരുമ്പോൾ ഒന്ന് അധ്വാനിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുക, നിങ്ങളുടെ പഠനം സൂക്ഷിക്കുക എന്നത് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറി അങ്ങ് അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ, വിഷയം പേരാമ്പ്രയിലേക്ക്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധക്കാരുടെ നേരേക്കാണ് ഇത്തരത്തിലുള്ള ഒരു പെട്രോൾ ബോംബ്, ഈ പറയുന്ന എന്തോ ഒരു സംഗതി, ഒരു സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് കൃത്യമായിട്ട് വിഷ്വൽ വിടുന്നുണ്ട്. ഇത് ഇനി ആരെന്നാണ് കണ്ടെത്തേണ്ടത്? ഇതുവരെ തൊട്ടടുത്ത് നിന്ന പോലീസുകാരൻ ആരെയാണ് ഷാഫിയെ അടിച്ചതെന്നുള്ളത് ഇവർ പറയുന്നില്ല. അത് കണ്ടെത്തുന്നില്ല, അതിനെതിരെ കേസ് കൊടുക്കുന്നില്ല, ആ വ്യക്തിയെ കണ്ടെത്തി ജയിലിൽ അടയ്ക്കുന്നില്ല. ഈ പറയുന്ന സന്ദീപ് ഭാര്യയും ഷാഫിയെയും മറ്റ് സ്ഫോടവസ്തു എറിഞ്ഞി എന്ന് ആരോപിക്കുന്ന പാവപ്പെട്ട കുറെ പ്രതിഷേധക്കാരെ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു എംപിക്ക് നേരെ കൈ ഓങ്ങിയ ആ പോലീസുകാരൻ അല്ലെങ്കിൽ പോലീസ് വേഷം ധരിച്ച ആ ഗുണ്ട ആര്? അത് കണ്ടെത്താൻ കഴിയാത്ത പോലീസ് മറ്റൊന്നിലേക്ക് എന്തിനാണ് പോകുന്നത്? അവിടെ അതും പ്രധാനപ്പെട്ട ഒന്നല്ലേ. ഷാഫി ഈ പറയുന്ന ഗുണ്ടയല്ലല്ലോ, ഷാഫി ഈ പറയുന്ന തീവ്രവാദിയല്ലല്ലോ, ഷാഫി ഒന്നുമില്ല. ഷാഫി ഒരു MP ആണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ ആ ജനപ്രതിനിധിയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം പോലീസിനാണ്. രാഹുലിനെ എത്ര സംരക്ഷിച്ചു? പാലക്കാട് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള ജനങ്ങളുമാണ് പാലക്കാട് രാഹുലിന് കവചമായിട്ടുണ്ടായിരുന്നത്. എത്ര പോലീസുകാരുണ്ടായിരുന്നു? അപ്പം ഇപ്പോൾ MLA-മാർക്കും MP-മാർക്കും എതിരെ ഇതേ പറയുന്ന EP ജയരാജൻ ഷാഫിയുടെ മൂക്കിന്റെ തുമ്പത്തെ ഒരു തോലി പോയപ്പോൾ ഇത്രയും കിടന്ന് ബഹളം വെക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഇതേ സന്ദർഭം നിങ്ങൾക്കുണ്ടാകില്ലേ? കോൺഗ്രസിന്റെ ഒരു ഭരണം വരട്ടെ, അല്ലെങ്കിൽ BJP-യുടെ ഒരു ഭരണം വരട്ടെ, ഈ പ്രതിഷേധക്കാർ വരുമ്പോൾ ഇതുപോലെ മൂച്ചുകൂടെ അടിച്ചു തകർത്ത ഇവർ ഈ പറയുന്നവരെ തിരിച്ചെടുക്കുമോ? നാളെ ഈ കോൺഗ്രസ്സുകാർ പറയും, ഇതേ കോൺഗ്രസ് പാർട്ടി പറയും, മൂക്കിന്റെ പാലം അല്ല പോയോളൂ, നട്ടല് ഞങ്ങൾ ഓടിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന വിഷയം, ആശയങ്ങളോട് നമുക്ക് പോരാടാം. നിങ്ങൾ ആശയങ്ങളോട് എന്തിനാണ് അവർ പ്രതിഷേധം ഉണ്ടാക്കിയത്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കും. അത് അടങ്ങിപ്പോകുന്നില്ല, മിണ്ടാതിരിക്കുന്ന കേസിയുടെ വായിൽ കോരിട്ട് ഇളക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇതിന് CPM-ന് പണ്ടൊക്കെ ഇപ്പം കുറച്ച് നാളുകളായിട്ട്, അതിന് മുന്നേയൊക്കെ CPM ഒക്കെ പറയുന്നതിന് കുറച്ച് ഒരു മര്യാദ ഉണ്ടായിരുന്നു, പറയുന്നതിന് ഒരു ക്ലിയർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ അതങ്ങനെയല്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ പറയുന്നത് എന്ത്, പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ഏതെല്ലാം തരത്തിലാണ് സൈബർ ഗ്രൂപ്പുകൾ എടുത്തിട്ട് അമ്മാനെ ഉടനെ ട്രോളാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നെഗറ്റീവായിട്ട് വരുന്നു. നിങ്ങളെ താങ്ങാൻ നിങ്ങളുടെ കുറച്ച് അണികളല്ലാണ്ട് ആരുമില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളില്ല എന്ന യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കി ഇവർ മുന്നോട്ട് പോകും. ഇത് തീർച്ചയായിട്ടും ഇതിപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്നല്ല, പോലീസും CPM പ്രവർത്തകരും ഒരു ഭാഗത്താണ് നിന്നേ, ഇപ്പുറത്താണ് UDF പ്രവർത്തകർ നിന്നത്. അപ്പൊ എവിടെ നിന്നാണ് വന്നത്? ഒന്നീ CPM-ന്റെ പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ പോലീസ് തന്നെ ഇവരെ എറിഞ്ഞത്, പെട്രോൾ ബോംബ് എറിഞ്ഞത്. പോലീസ് പെട്രോൾ ബോംബ് എറിഞ്ഞെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കഴിവേടും പിടിപ്പേടും തന്നെ, അങ്ങനെ എറിയാൻ സാധ്യതയില്ല. അപ്പോൾ CPM പ്രവർത്തകരുടെ കയ്യിൽ ആയുധമുണ്ട്, അവർ നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുവാന്ന് നേരത്തെ മുൻകൂട്ടി കൊടുത്ത അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീളുന്നില്ല? അപ്പൊ ഈ ഒരു വിഷ്വൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി അന്വേഷണം പോട്ടെ, പാവപ്പെട്ട 5 പേരെ പിടിച്ചിട്ടിട്ടുണ്ട്, അത് ഇനി വിട്ടയക്കും എന്തോന്നുള്ള കാണാം. കാരണം ഇപ്പൊ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭയങ്കര രീതിയിലാണ് നമ്മുടെ കേരള രാഷ്ട്രീയം പോകുന്നത്. ഒരിക്കലും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം പോകുന്നത്, പ്രത്യേകിച്ച് പിണറായി സർക്കാർ പോകുന്നത്. ഒരു 6 മാസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചുകൂട്ടാൻ ജനം പാടുപെടുകയാണ്. ഇതൊക്കെ കാണുന്ന ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ എഴുതിത്തള്ളി എന്ന് വേണമെങ്കിൽ പറയാം, എഴുതിത്തള്ളിയിരിക്കുകയാണ്. കാരണം എന്തോ ചെയ്തോട്ടെ 6 മാസം ബാക്കി. പക്ഷെ എന്നാലും ശ്രീജ ഈ പറയുന്ന ശബരിമല കൊള്ള ഉൾപ്പെടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് മന്ത്രിതലത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇവര് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ മുമ്പൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ അത്രയും പ്രാധാന്യത്തോടു കൂടി ശബരിമല വിഷയം വരുന്നുമില്ല എന്നത് കൂടി എടുത്തു കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും പേരാമ്പ്രയിലെ ഈ ഒരു വിഷയത്തിൽ EP എടുത്ത നിലപാട് അതത്ര ശരിയല്ല. എന്തായാലും EP-ക്കുള്ള മറുപടി ഷാഫി ആരോഗ്യവാനായി വരുമ്പോൾ നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ചർച്ചയെ കാണാം. നമസ്കാരം.